അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വീഡിയോ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ അതാ കുറച്ച് ദിവസങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയത് വെച്ചാൽ, അനിയത്തിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയതും പിന്നെ അവിടെ നല്ലൊരു സൂപ്പർ ടേസ്റ്റിൽ ബ്രെഡ് ഉണ്ടാക്കുന്നതും പിന്നെ ഞങ്ങൾ രാവിലത്തെ കാര്യങ്ങൾ ഇന്ന് ദോശയും ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കുന്നതൊക്കെ എന്താ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ചക്കക്കൂരിൻ്റെ കറി, പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചെടുക്കുന്നു, അണുക്കൾ മീൻ പൊരിച്ചെടുക്കുന്നത്, കുട്ടികളെ സൈക്കിൾ ഓടിക്കലും ഇതൊക്കെ ആയിട്ടാണ് വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കട്ടെ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കട്ടോ. അപ്പോഴിതാ ഞാൻ രാവിലെ തന്നെ നമ്മളെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ പോകുമ്പോഴേക്ക് ദോശയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അവൾക്കുള്ളത് 2-3 ചുട്ടെടുത്തുകൊണ്ട് ഞാൻ അവിടെയൊക്കെ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ ചുടും. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണിത് ദോശമാവ് പൊങ്ങി വരേണ്ടതെന്നൊക്കെ ഈ മഴക്കാലത്ത് ഞാൻ ചെയ്യുന്ന ഓരോ ടിപ്സുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ തലേന്ന് ഞാൻ മാവ് അരച്ച് വെച്ചത് എടുത്തുകൊണ്ട് ഞാൻ ദോശ ചുടുകയാണ് കേട്ടോ. അവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ കറിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേങ്ങ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വറുത്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. തേങ്ങ അരച്ചുകൊണ്ട് തിളപ്പിച്ചെടുത്താൽ മതി വിചാരിച്ചു. അപ്പോൾ വീഡിയോക്ക് മുമ്പിലൊക്കെ വരുമ്പോഴാണ് എനിക്കിങ്ങനെ വറുത്തെടുക്കണമെന്നും ഇതൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാണിക്കട്ടെ. ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ വറുക്കും ചെയ്യും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി വിചാരിച്ചിട്ട് തേങ്ങ വെളിച്ചെണ്ണ ഇട്ടൊന്നും വറുക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചുടട്ടെ. ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കറി വറക്കണമെങ്കിൽ വറക്കും ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോക്ക് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ട. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ചില കറികൾ വറുത്തുനിന്ന് വരും, വറുത്തില്ലാന്നൊക്കെ വരും കേട്ടോ. എൻ്റെ ഒഴിവിനനുസരിച്ച് എനിക്ക് ചിലപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയാൽ വറക്കും ചെയ്യും. പിന്നെ തേങ്ങ അരച്ച് തിളപ്പിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് അങ്ങനെയും കരുതും കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാകുന്നതിനനുസരിച്ചൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ സൂപ്പർ ടേസ്റ്റിയിൽ ഞാൻ അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പതച്ചനെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിലത് ഇങ്ങനെ രീതിയിലൊക്കെ ശ്രദ്ധ വിടുന്നതിൻ്റെ ഇടയിൽ കരിഞ്ഞും പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോഴിതാ ദോശ ചുട്ടെടുക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ചായ കുടിക്കുകയാണ്. ജിതുമോനും മക്കൾക്കല്ലായിരുന്നു ഞാൻ നേരത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കട്ടെ, ജിതുമോനും കുടിക്കട്ടെ. അപ്പോൾ ഞാനൊന്ന് ചൂടുള്ളൊരു ദോശയും കൂടി കിട്ടുക വിചാരിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ പോലെ കുറച്ച് തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഉണ്ടാവാൻ വിചാരിച്ചിട്ട് ചൂടുള്ള ദോശക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് നിന്ന് ചൂടുള്ള ഒന്ന് തിന്നാനൊക്കെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം കേട്ടോ. അപ്പോൾ നല്ല ചൂടില്ല തന്നെ ആവട്ടെ വിചാരിച്ചു. പിന്നെ തണുത്ത് തന്നെ കുറച്ച് നേരത്തെ ചുട്ടച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചൂടുള്ള ദോശ കൂട്ടി കറി പിന്നെ ഉണ്ടാവും, പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്നൊരു ചൂടുള്ളത് അങ്ങനെ
കഴിക്കാനൊക്കെ ഒരു ഇഷ്ടം. അപ്പോൾ അതാ ഞാൻ കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി അപ്പോൾ അത് നമ്മളെ ദോശയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് വോയിസ് എടുക്കാനുണ്ട്, അതും കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് പിന്നെ മിന്നുമോളി എത്തിയിട്ട് പിന്നെ അവൾക്കുള്ള ദോശ ഇതേമാതിരി ചുട്ടെടുക്കണം. അതും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴാണ് കേട്ടോ ഞാൻ പിന്നെ വന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇത് കേൾക്കുന്നത് മദ്രസിന് ഒഴിവാണ്, റേഞ്ചാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു ഇവിടെ വന്ന് കണ്ട് ഉമ്മ മുറ്റടിച്ച് തരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ വന്നതിൽ ചായയോടെ ഇതൊക്കെ കഴിഞ്ഞാണ്ട് എന്താണ് ഒരു സൈക്കിളിൽ പോകാൻ കേട്ടോ. തലേന്ന് വീണിട്ടുള്ളൂ, എന്നാലും ഇത് പറഞ്ഞ് കേൾക്കാതെ എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. രണ്ടാമത് ഇത് വന്നുകൊണ്ട് എടുത്തുകൊണ്ട് എപ്പോഴും ജിതുമോനുടെ സൈക്കിൾ വേണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പരിക്കായിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോകാണ്. പറഞ്ഞാൽ കേൾക്കില്ല, അത് കൊണ്ടുപോകണ്ട എത്ര പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ അവിടെ വെക്കും, അങ്ങനെ കൊണ്ടുപോകും. എന്നാലും എനിക്കൊരു പേടി കേട്ടോ. ഏതായാലും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ മദ്രസിന് ഒഴിവാണെങ്കിൽ ശനിയാഴ്ച മദ്രസിന് റേഞ്ചാണ് കണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാൽ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാം, അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒന്ന് പോയി വയ്ക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് അത് കേട്ടപാടെ തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ ഉച്ചക്കത്തെ ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്, അതിക്കിപ്പോൾ ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ വിചാരിച്ച് നിൽക്കുക. അപ്പോൾ ഏതായാലും റൈസ് കുക്കറിൽ ഞാൻ ഫുഡ് എന്താണ് ചോറിനിൽ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് തളിച്ചിട്ട് നമുക്ക് ഇനി റൈസ് കുക്കറിലാക്കി വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് കേൾക്കുക എന്താ വെച്ചാൽ ഞാൻ എന്താണ് ചക്കക്കുരു തൊലിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴുകി അതിക്ക് ഇതാക്കിയാൽ മതി. പിന്നെ ഞാൻ ഉച്ചവരെയല്ലേ ചോറേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈകിയൊക്കെ വെക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉച്ചവരെയല്ലേ ചോറ് മതിട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ ജിതുമോനും മിന്നമോളും എന്താ സൈക്കിളിന്മേൽ പോയൊക്കെ വന്ന് എന്താണ് ടയേർഡായി വന്നിട്ടുണ്ട് കേട്ടോ. ക്ഷീണിച്ച് പിന്നെ കുറച്ച് വെയിലിൻ്റെ ചൂട് അതൊക്കെ ആയിട്ട് പിന്നെ മഴയാണെങ്കിലും കുറച്ച് വെയിലിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ജിതുമോനും പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് വേലൊക്കെ നിന്നിട്ട് ക്ഷീണിച്ചപ്പോൾ പിന്നെ അവന് വേഗം കുളിക്കണം. മിന്നമോൾ പിന്നെ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അവനൊക്കെ നേരെ കുളിപ്പിച്ച് കൊണ്ടിട്ട് വിചാരിച്ചിട്ട് അവന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ അവർ പോയിട്ട് അപ്പോൾ ചക്കക്കുരു ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പെരിഞ്ചീരപ്പൊടിക്ക് ഇട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് വെച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴിത് അതിലേക്കുള്ള ആവശ്യത്തിലുള്ള വെള്ളം ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താ അതിലേക്ക് പെരുംജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെരുംജീരകപ്പൊടി ഒരു കുറച്ച് കേട്ടോ, ചെറുതായിട്ട് മതി. അപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം കൊഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അടച്ച് വെച്ചിക്കാണ്ട് ഞാൻ അവിടെ കിടന്നിട്ട് 4-5 വീസിലടിച്ചിട്ട് നമുക്കിത് ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കുക്കറൊക്കെ എങ്ങനെ വെച്ചാൽ അങ്ങനെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു കുക്കറിന് ഞാൻ 5 വീസിലൊക്കെ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ അടിയിൽ എന്താ കുട്ടികൾ എന്തിനോ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പുറത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്തപ്പം അപ്പോഴിതാ ജിതുമോന് ഞാൻ വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തു, അവൻ ഫ്രിഡ്ജ് പോയി നോക്കിയിട്ട് അമൃതപ്പൊടി അവിടെ പൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് കേട്ടോ. അപ്പോൾ അത് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ അവനത് വേണം. അപ്പോൾ അങ്ങനെ ഞാനത് ഉണ്ടാക്കി കൊടുക്കണ്ട. പിന്നെ ഇതൊന്നും കുളിക്കാനും പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതേമാതിരി പിന്നെ കുട്ടിയുണ്ട് കേട്ടോ അവിടെ എന്താ അവനെ കളിപ്പിക്കാനായിട്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അങ്ങനെയല്ല ഇത് എനിക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തല്ലൂടിയോണ്ട് കൊണ്ടുപോകാൻ കേട്ടോ. അവളൊക്കെ കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് അവനത് കൊണ്ടുപോകാൻ കേട്ടോ. ഇങ്ങനെ കണ്ടല്ലോ കച്ചറ. അപ്പം അങ്ങനെ ഞാൻ അവളോട് എത്ര ദേഷ്യം പിടിപ്പിക്കല്ലേ, അവനോട് ഒന്നും അവൻ്റെ അടുത്ത് നിന്ന് വിട്ടെടുത്താൾ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. അവൾ അതിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ദേഷ്യം പിടി ഇങ്ങനെ കച്ചറ അടിപിടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകട്ടെ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ വരെ ഇത് ഇങ്ങനെ തല്ലും പൊടിയും കച്ചറൊക്കെ തീർക്കാനേ ഒഴിവുണ്ടാകുള്ളൂ കേട്ടോ. പിന്നെ വേറെ ഒന്നിനുണ്ട് ഒഴിവുണ്ടാകില്ല. അങ്ങനെ പിന്നെ അതിനൊരു ഇത് കണ്ടെത്തണം. അപ്പോൾ അതാ ഞാൻ അവന് കൊടുക്കട്ടെ കേട്ടോ.
അപ്പോൾ അമൃതപ്പൊടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അവന് കൊടുക്കുക. ചിലപ്പോൾ ഒരു പൂതി, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ എത്ര കൊടുത്താലും വേണ്ടി വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ പച്ചക്ക് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ഇനി മീനും ഇതൊക്കെ പൊരിച്ചെടുക്കാണ്ട്. അപ്പോൾ ഇതാ ജിതുമോന് സൈക്കിൾ വന്ന് വീണാണ്ട് മുറിവ് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചെറുതായിട്ടത് പൊന്തിയിട്ടുണ്ട്. പിന്നെ അത് ഇതാക്കണമെങ്കിൽ ചുരുങ്ങണമെങ്കിലൊക്കെ പെട്ടെന്ന് ഐസും കിട്ടിയിട്ടില്ല അതിന് കേട്ടോ. ഒന്നാമത് കറണ്ടില്ല, കറണ്ട് പിന്നെ 5 മണിക്ക് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ഐസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ആയി ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഞാൻ ഇവിടെ കറി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇതാണ് തേങ്ങ അരക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോണിലും ചാർജ് ഇല്ല, അപ്പോൾ അതൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇതിലേക്ക് അരച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മീൻ പൊരിച്ച് കഴിഞ്ഞ് അപ്പോൾ മീനിൻ്റെ ഒരു കുറച്ച് ബാക്കി വന്ന് വെളിച്ചെണ്ണ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടേസ്റ്റും കൂടി വരും വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചക്കക്കുരും നല്ല ഉണക്ക മീനും പ്രത്യേകിച്ച് തലമീനൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റാണ് ചക്കക്കുരുവിൻ്റെ കറിയും ഉണക്കൽ മീനും ഇങ്ങനെ പൊരിച്ചെടുത്തത്. നല്ല ഒരു കൂട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റായിട്ടുണ്ട് എനിക്ക് തോന്നിയത്. മീൻ പൊരിച്ചെടുക്കുന്നതും പിന്നെ തേങ്ങ അരച്ച് എടുക്കുന്നതൊക്കെ വീഡിയോ നിങ്ങൾ കാണാഞ്ഞത് എന്താ വെച്ചാൽ ഫോണിന് ചാർജിലായിട്ട് കുത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കലൊക്കെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇനി വൈകുന്നേരത്തിന് പോകാനുള്ളതൊക്കെ ഒരുക്കി വെച്ച് ഞങ്ങൾ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മഗ്‌രിബിൻ്റെ ഒരു ബാങ്ക് കൊടുത്തില്ല ഏതൊരു മട്ടത്തിൽ ഞങ്ങളങ്ങനെ അനിയത്തിൻ്റെ വീട്ടിൽ എത്തിട്ടോ. അപ്പം അവിടെ കുട്ടികൾ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഇപ്പോൾ പോയതൊരു വ്യാഴാഴ്ച വൈകുന്നേരമാണ്. അപ്പോൾ അങ്ങനെ 2 ദിവസം നിന്നിട്ടാട്ടോ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കുട്ടികൾ ഭയങ്കര കളിയാണ് കേട്ടോ അവിടെ. അപ്പോൾ അവരങ്ങനെ കളിക്കട്ടെ. പിന്നെ മഗ്‌രിബും ഇതൊക്കെ ആയി. അപ്പോൾ ഓരോ ഓത്തും ഇതൊക്കെ കഴിഞ്ഞാൽ അവർ കളിക്കട്ടെ. പിന്നെ ഓതാനും ഇതൊക്കെ ആയപ്പോൾ ഇങ്ങനെ നിസ്കാരം ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളും അങ്ങനെ പോയി. പിന്നെ ഫുഡ് കഴിക്കലും ഇതൊക്കെ ആയിട്ടോ. പിന്നെ എനിക്ക് അവിടെ എത്തിയാൽ ഫോണ് പിന്നെ എനിക്ക് കയ്യിലൊന്നും കിട്ടൂല കേട്ടോ. പിന്നെ കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഫോൺ കാണട്ടെ കാണട്ടെ എല്ലാവരും ഇതെങ്ങനെ ചോദിച്ചിങ്ങനെ സൂര്യം കൊടുക്കട്ടെ. പിന്നെ അങ്ങനെ ചോദിച്ച് സൂര്യം കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ പിന്നെ എടുത്തു കൊടുക്കും. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ കാണട്ടെ അങ്ങനെ ഇതാക്കട്ടെ. പിന്നെ 2 ദിവസം അല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കാണെങ്കിൽ അവരെ കയ്യിൽ എത്തിപ്പെട്ടാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ് കേട്ടോ. പിന്നെ ഓരോ കാര്യങ്ങളും ഓരോ സംഗതികളൊക്കെ വീടെടുക്കാനുണ്ടാവും. അപ്പോൾ അതിനൊന്നും കിട്ടില്ല. പിന്നെ പെട്ടെന്ന് വെച്ചുകൊണ്ട് ചെറുതായിട്ടൊക്കെ പെട്ടെന്നാണ്ട് അവരെന്നെ എടുത്ത് പോകട്ടെ. അത്രക്കും അർജൻറ്റാണ് കേട്ടോ. അവർക്ക് കളിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ എന്തോ അവർ കാണിച്ചിട്ടുണ്ടേ. കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം അങ്ങോട്ട് പോരാണ്. അപ്പോൾ പോരാണ്. അപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് വണ്ടി കിട്ടിയൊക്കെ തരാനാണ്. അപ്പോഴേക്കും ഇതാ അനിയത്തി കൊണ്ടു കണ്ട് എന്തൊക്കെ ചായൻ്റെ കടി ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ബ്രെഡ് പൊരി ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതാ ബ്രെഡും തേങ്ങയും ഇതൊക്കെ ശർക്കരയും തേങ്ങയും പഞ്ചസാരയൊക്കെ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ബ്രെഡ് പൊടിയും ഇതൊക്കെ കൂട്ടിയിട്ട് അവളിങ്ങനെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനും എല്ലാം വന്ന് അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. കുട്ടികളെ കയ്യിൽ തന്നെ അപ്പോഴും ഫോണ്. അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുട്ടികൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡും കഴിക്കുന്നുണ്ട്. പിന്നെ അവിടെ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിച്ചതും അതൊക്കെ അവരിങ്ങനെ കഴിക്കണ്ട. കുട്ടികളിങ്ങനെ സ്പൂണിലിങ്ങനെ കോരിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ ബ്രെഡ് പൊരി ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ പോരാൻ വേണ്ടിയിട്ട് മാറ്റിയൊക്കെ ഒരുങ്ങി നോക്കുമ്പോൾ അതാ കിച്ചണിൽ സ്പെഷ്യലായിട്ട് ഇങ്ങനെ എന്താണ് പാചകം ചെയ്യാണ്ടവൾ എന്താ വെച്ചാൽ ബ്രെഡ് പൊരിയും ഇതൊക്കെ ഉണ്ടാക്കുകയാണ്. അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഞാൻ കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഞാൻ പിന്നെ പകുതി വന്നാണ്ട് വീഡിയോ എടുത്തത് ഇങ്ങനെ കണ്ടപ്പോൾ എടുത്തു തന്നെ ഉണ്ട് കേട്ടോ.
ബ്രെഡ് നനച്ചിട്ട് പിന്നെ അതിലേക്ക് തേങ്ങയും പഞ്ചസാരയും ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അത് ബോളാക്കിയിട്ട് പിന്നെ അതിലേക്ക് തന്നെ ബ്രെഡ് പൊടിയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടോ. അങ്ങോട്ട് ചട്ടി ചൂടാതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചൂടായ എണ്ണയിലേക്ക് ഓരോ ബ്രെഡിൻ്റെ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കണ്ട. അപ്പോൾ ഞങ്ങൾക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ വിളിച്ചിട്ട് വേണം കേട്ടോ പോകാൻ. വണ്ടിയൊക്കെ കിട്ടിയിട്ട് വേണം. നിങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ അനിയത്തിൻ്റെ ഒരു ഫോൺ കോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ബ്രെഡ് പൊരി ഒന്നും പൊളിച്ചും കൂടി കാണിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജിതുമോന് കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അവൻ്റെ കയ്യിൽ എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഞാൻ പൊളിച്ച് കാണ്ട് അവനാദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ പൊളിച്ച് നോക്കിയാണ്ട് ഞാൻ തന്നെ ആദ്യം കഴിക്കട്ടെ വിചാരിച്ചു. ചിലപ്പോൾ അവനത് കഴിക്കൂലെങ്കിലും തോന്നിട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല തോന്നിയപ്പോൾ പിന്നെ അവൻ എടുത്ത് കൊടുത്തിട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ബ്രെഡ് പോരും പിന്നെ വേറെ ബേക്കറി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വണ്ടിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ നമ്മളോട് എടുക്കാൻ പറഞ്ഞതിന് വീഡിയോ കണ്ടത്. അപ്പോൾ അവൾ പെട്ടെന്ന് ഫോൺ കാണുന്നതിൻ്റെ ഇടയിൽ ഒരു ധൃതി പിടിച്ചിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ. വേണോ വേണ്ട വിചാരിച്ചിട്ട് പെട്ടെന്ന് സ്പീഡ് കിട്ടി എടുത്ത് വീഡിയോ ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.